പുതിയ വിള നടുവിലെ മുറി 5221 നമ്പർ NSS കരയോഗത്തിൽ കുടുംബസംഗമം, ഓണാഘോഷം, എൻഡോമെന്റ് വിതരണം, മുതിർന്ന കരയോഗം അംഗങ്ങളെ ആദരിക്കൽ എന്നിവ നടത്തി. കാർത്തികപ്പള്ളി NSS താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ രവികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയ വിള തെക്ക് പുതിയ വിള നടുവിലെ മുറി 5221 നമ്പർ NSS കരയോഗത്തിന്റെ കുടുംബസംഗമം, ഓണാഘോഷം, എൻഡോമെന്റ് വിതരണം, മുതിർന്ന കരയോഗം അംഗങ്ങളെ ആദരിക്കൽ എന്നിവ നടത്തി. കാർത്തികപ്പള്ളി NSS താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ രവികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. നാഷണൽ സൊസൈറ്റി രൂപീകരിച്ച സമയത്തുള്ള ആ സന്ദേശവും ആ പ്രവർത്തനവും ഇന്നും പ്രസക്തമാണ്. നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി നമുക്ക് പ്രവർത്തിക്കുവാൻ നാഷണൽ സൊസൈറ്റിയുടെ ആദർശങ്ങളും സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് മുൻപന്തിയിൽ നിൽക്കേണ്ടതും നമ്മുടെ യുവജനങ്ങളും നമ്മുടെ പ്രായം കുറഞ്ഞ നമ്മുടെ സമുദായങ്ങളുമാണ്. കാരണം ഇതര സമുദായങ്ങൾ ഒത്തൊരുമിച്ച് ജീവിക്കുന്ന ഈ ഭാരതത്തിൽ ആ ഡൈവേഴ്സിറ്റി, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് വളരെ പ്രാവർത്തികമാക്കുന്ന ഭാരതത്തിൽ നമുക്ക് ജാതിപരമായി യാതൊരു വിധമായ മത്സരത്തിനോ ജാതിപരമായി യാതൊരു വിധമായ എതിർപ്പുകൾക്കോ നമ്മൾ മുന്നോട്ട് ഇറങ്ങുന്നില്ല. പക്ഷേ നമ്മളിലുള്ള പാവപ്പെട്ടവർക്ക്, നമ്മളിലുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് ആനുകൂല്യം വേണം എന്ന് പറയുമ്പോൾ സർക്കാർ, കേന്ദ്ര സർക്കാരായാലും കേരള സർക്കാരായാലും, കേരളത്തിൽ മാറി മാറി വരുന്ന UDF ആയാലും LDF ആയാലും വോട്ട് ബാങ്കിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് എതിര് നിൽക്കുന്ന ഒരു മനോഭാവം, അതിനെതിരെ പടപെടുന്നെങ്കിൽ നാഷണൽ സൊസൈറ്റി എന്നുള്ള ശക്തമായ സംഘടന ആവശ്യമാണ് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുക. കാരണം നമുക്കറിയാം, നമ്മുടെ സമുദായകരൻ ശ്രീ മനോജ് പത്മനാഭൻ, മഹാനായ മനോജ് പത്മനാഭൻ, അദ്ദേഹം മഹാനായിരുന്നു. മഹാന്മാർ സ്വയം മാതൃക സൃഷ്ടിക്കുന്നവരാണെന്നുള്ള തത്വത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മനോജ് പത്മനാഭൻ. അദ്ദേഹം തന്റെ ചുറ്റുപാടുകളെ ശരിക്കും മനസ്സിലാക്കി, ചുറ്റുപാടുകൾക്കനുസരിച്ച് ജീവിതം വാർത്തെടുത്ത് ആ ജീവിതം കൊണ്ട് ചുറ്റുപാടുകളെ പരിഷ്കരിച്ച് പ്രയാസങ്ങളിൽ നിന്നും പ്രഭാവത്തിലേക്കും പ്രയത്നങ്ങളിലൂടെ വിജയത്തിലേക്കും പടിപടിയായി ഉയർന്ന് ലോകശ്രദ്ധ പിടിച്ചു പറ്റിയ നയരേഖയാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രം. കാർത്തികപ്പള്ളി NSS താലൂക്ക് യൂണിയനിൽ നിന്നുള്ള കരുവാറ്റ KM പങ്കജാക്ഷൻ മുഖ്യപ്രഭാഷണം നടത്തി. കരയോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് L വേലായുധൻപിള്ള അധ്യക്ഷനായി. തിരുവിതാംകൂറിലും തിരുക്കച്ചിയിലും മലബാറിലും നിലനിന്നിരുന്ന പ്രശസ്തമായ ഒരു സമുദായമാണ് നായർ സമുദായം എന്ന് പറയുന്നത്. ഈ നായർ സമുദായം എങ്ങനെയുണ്ടായി എന്നോ അതിൻ്റെ ഉൽപ്പത്തി എന്താണെന്നോ ഉള്ളതിനെ സംബന്ധിച്ച് പല സമുദായങ്ങൾക്കും അറിവില്ല എന്നുള്ള കാര്യം വസ്തുതയാണ്. ചരിത്രം പരിശോധിച്ചാൽ ഈ നായർ സമുദായത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. പരശുരാമൻ മഴുവെറിഞ്ഞ് കടലിൽ നിന്ന് വീണ്ടെടുത്തതാണ് കേരള സംസ്ഥാനം. അങ്ങനെ വീണ്ടെടുത്ത് ബ്രാഹ്മണർക്ക് സംഭാവന ചെയ്തു എന്ന് ഒരു ഐതിഹ്യം ചരിത്രത്തിലുണ്ട്. അങ്ങനെ കേരള സംസ്ഥാനം പരശുരാമൻ ബ്രാഹ്മണർക്ക് നൽകുമ്പോൾ ആ ബ്രാഹ്മണരെ സേവിക്കുവാൻ വേണ്ടി ഒരു വിഭാഗം ആൾക്കാരെ പരശുരാമൻ തന്നെ കൊണ്ടുവന്നു എന്നും അവരെ ശൂദ്രർ എന്ന പേരിൽ വിളിച്ചിരുന്നു എന്നും ഐതിഹ്യം, ചരിത്രത്തിൽ ഒരു ഐതിഹ്യമുണ്ട്. ആ ശൂദ്രരാണ് പിൽക്കാലത്ത് നായന്മാരായി മാറിയത് എന്ന് പറയുന്നു. ബ്രാഹ്മണരുടെ സേവകരായിരുന്നു നായന്മാരെങ്കിൽ തന്നെയും അതിനേക്കാൾ ഉയർന്ന ചിന്താഗതി പുലർത്തി വന്ന സമൂഹമാണ് നായർ സമൂഹം. അന്നും നായർ സമൂഹത്തിന് നായകത്വം വേണമായിരുന്നു. അന്നും നായർ സമുദായത്തിൽപ്പെട്ട അംഗങ്ങൾ നായകന്മാരായിരുന്നു. ആ നായകന്മാർ എന്ന പദം ലോപിച്ച് നായറായി എന്നൊരഭിപ്രായം ചരിത്രത്തിൽ കാണുവാൻ കഴിയും. മറ്റൊന്ന് നാഗാരാധനയുമായി ബന്ധപ്പെട്ടാണ്. ആ കാലഘട്ടത്തിൽ സർപ്പപൂജ നടത്തുവാൻ, നാഗങ്ങളെ ആചരിക്കുവാൻ, നാഗങ്ങളെ ഭജിക്കുവാനുള്ള അവകാശം ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമുണ്ടായിരുന്നതാണ്. കരയോഗം സെക്രട്ടറി G രാജേഷ് സ്വാഗതം പറഞ്ഞു. കരയോഗം വൈസ് പ്രസിഡന്റ് M ബാലകൃഷ്ണൻ നായർ റിപ്പോർട്ട് അവതരണം നടത്തി. വാർഷിക കണക്ക് അവതരണം കരയോഗം ട്രഷറർ B ചന്ദ്രശേഖരപിള്ള നിർവഹിച്ചു. അഡ്വക്കേറ്റ് N രാജഗോപാൽ, സുനിൽകുമാർ, SS നായർ, ബിജു B, R സജീവ്, K രാജൻപിള്ള, M രാജഗോപാൽ, ശ്രീരാജലക്ഷ്മി, ശോഭനാകുമാരി എന്നിവർ സംസാരിച്ചു. കരയോഗം വനിതാ സമാജം സെക്രട്ടറി C ഇന്ദിര കൃതജ്ഞത പറഞ്ഞു. തുടർന്ന് ഓണസദ്യ, വിവിധ കലാപരിപാടികൾ എന്നിവയും നടന്നു. CDNet ന്യൂസ്, കായംകുളം.